ക്ഷേത്രവിശേഷങ്ങളിലേക്ക് സ്വാഗതം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം വടക്കൻ കേരളത്തിൽ കണ്ണൂരിനടുത്ത് പറശ്ശിനിക്കടവിൽ സ്ഥിതി ചെയ്യുന്നു. പ്രാചീന ഗണങ്ങളിൽ നിന്നും ദ്രാവിഡ ജനതയിലേക്ക് വ്യാപിച്ചതിൻ്റെ പതിപ്പാണ് ഇന്നും ഈ ക്ഷേത്രം. കേരളത്തിലെ തന്നെ വ്യത്യസ്തതകൾ പുലർത്തുന്ന ആചാരങ്ങളോടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി തീർന്നത്. ഒട്ടേറെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഇനിയും കടത്തുകടവായി ഒഴുകുന്ന വളപ്പട്ടണം പുഴയെയും ബന്ധപ്പെടുത്തിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ചീനപ്പറയൻ കുടക് നാടുവാഴിയുടെ വിശ്വസ്ത ആശ്രിതനായിരുന്നു. പറയൻ കാട്ടുജാതിക്കാരുടെയും നേതാവും. ചീനിപ്പറയൻ്റെ മരണാനന്തരം നാടുവഴി ഇത് സ്മാരകമാക്കി മാറ്റി തീർത്തു. അന്ന് മുത്തപ്പൻ ആരാധനയുടെ കാലഘട്ടമായിരുന്നു. ഈ സ്ഥലം പിന്നീട് പുഴയുടെയും കൂടി പേര് കൂടിച്ചേർന്ന് പറശ്ശിനിക്കടവാവുകയും പിന്നീട് പറശ്ശിനിക്കാവ് എന്നാണ് അറിയപ്പെട്ടു വന്നത്. കുടുകക്കാർക്കിടയിൽ സ്വാധീനത്തിലായിരുന്നു പൂജാതി കർമ്മങ്ങൾ. കുടുംബ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തളിയിൽ പെരുവണ്ണാനാണ് അറയിൽ ഭഗവതിയുടെ തെയ്യം കെട്ടുകാരൻ. അന്ന് മുത്തപ്പനെ സേവിച്ചവർ പുഴയിൽ ചൂണ്ടയിടയിലുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ ചില വിശ്വാസങ്ങൾ ഉൾപ്പെടുത്തി മീൻ ചുട്ടതും കള്ളുമാണ് നിവേദ്യമായിട്ട് സമർപ്പിച്ചിരുന്നത്. മുത്തപ്പന് തിരുവപ്പനെന്നും നാമോദയമുണ്ട്. തിരുവപ്പനാണ് കെട്ടി ആടുന്നതിനുള്ള അവകാശം കുമ്പേരിയിലെ മണ്ണാന്മാർക്കാണ്. ഇപ്പോഴും മുത്തപ്പൻ തുള്ളലിന് കലശക്കാർ നിവേദ്യത്തിനുള്ള മദ്യം കലശപ്പനയിൽ പകർന്നു നൽകിക്കൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കം. ഈ ക്ഷേത്രത്തിലെ ദിവസ പൂജാതി കർമ്മങ്ങൾക്കൊന്നും ബ്രാഹ്മണന്മാർക്ക് പങ്കില്ല. തോറ്റുപാട്ടിൽ മുത്തപ്പൻ്റെ ജീവിതകഥ വിസ്തരിച്ച് പാടുന്നതാണ് മുത്തപ്പൻ തുള്ളലിന് തുടക്കം. ചരിത്രപ്രസിദ്ധമായ മഹോത്സവം വൃശ്ചികം 10-നാണ്. മുത്തപ്പൻ അനുഗ്രഹിച്ചുകൊണ്ട് ഭക്തർക്ക് നൽകിയ ജീവിതത്തിൽ മാറാ ദുരിതങ്ങളും ജീവിത സാഫല്യം കൈവരുമെന്നാണ് വിശ്വാസം. സഫലമാകുമെന്നാണ് വിശ്വാസം. മുത്തപ്പൻ വെള്ളാട്ടുവേളയിൽ വെള്ളാട്ടുകോലത്തിൻ്റെ കയ്യിൽ പിടിക്കാനുള്ള വാളിനും ദൈവിക പരിവേഷം തന്നെയാണ് നൽകി വരുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോട് അടുത്ത് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ചില ചടങ്ങുകൾ ഈ ക്ഷേത്രവുമായിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ബന്ധങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വരുന്ന ഭക്തരെല്ലാം ക്ഷേത്രത്തിൻ്റെ തൊട്ടുമുന്നിലൊഴുകുന്ന ഈ പുണ്യനദിയിൽ കാലും മുഖവും കഴുകിയിട്ടാണ് ദർശനത്തിന് കയറുന്നത്.
ചരിത്രപരമായി മഹാവിഷ്ണുവിൻ്റെ ഒരു സങ്കല്പമായിട്ടാണ് നായികളെ ഇവിടെ വിശ്വസിക്കുന്നത്. നായികൾക്കും ഈ ക്ഷേത്രത്തിൻ്റെ വിശ്വാസവുമായി അവിഭാജ്യ ബന്ധമാണ്. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാണ് റിപ്പോർട്ടിംഗ്. വഴശ്ശേരിക്കടവ് സന്നിധിയിൽ നിന്നും കെ വിജയൻ. ഞങ്ങളിന്ന് തൊടുപുഴയിൽ നിന്ന് കൃഷ്ണ ട്രാവൽസിൻ്റെ നേതൃത്വത്തിൽ ഭക്തിമാർഗത്തിൽ അമ്പലങ്ങൾ ദർശിച്ച് കൊട്ടിയൂരെത്താനുള്ള ശ്രമത്തിലാണ്. അതിനിടയിലിവിടെ 9ഓളം ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഇന്നിപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിന് യാത്രയ്ക്ക് മുന്നോടിയായി പഴശ്ശിനിക്കടവ് മുത്തപ്പനെയാണ് സന്ദർശിച്ചിരിക്കുന്നത്. മറ്റ് 8 ക്ഷേത്രങ്ങളുടെയും കൊട്ടിയൂർ ക്ഷേത്രങ്ങളുടെയും വിശേഷങ്ങൾ അടുത്ത ദിവസം